പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വീണ്ടും പ്രകീർത്തിച്ച ശശി തരൂർ എം പി. മോദി വ്യക്തിപ്രഭാവമുള്ള നേതാവ്. കോൺഗ്രസിന്റെ ഇടതുപക്ഷ നയങ്ങളിൽ നിന്നും രാജ്യം ശക്തമായ ദേശീയ തലത്തിലേക്ക് മാറി എന്നും തരൂർ. ഇത് സാധ്യമായത് മോദിയുടെ കരുത്തുറ്റ നേതൃത്വത്തിന്റെ ഫലമായി. മോദിയെ സ്തുതിക്കുന്നത് അടിയന്തരാവസ്ഥയെ വിമർശിച്ച ലേഖനത്തിന് പിന്നാലെ. ശശി തരൂരിനെതിരെ കെ മുരളീധരൻ. ഒന്നുകിൽ പാർട്ടിക്ക് വിധേയനാകാം, അല്ലെങ്കിൽ പാർട്ടി നൽകിയ സ്ഥാനം ഉപേക്ഷിച്ച് ഇഷ്ടമുള്ള പാർട്ടിയിലേക്ക് പോകാമെന്ന് പ്രതികരണം. അഭിപ്രായ വ്യത്യാസം പാർട്ടിക്കുള്ളിൽ പറയണമെന്നും മുരളീധരൻ. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ നേരിടാൻ ബി.ജെ.പിയുടെ തന്ത്രമൊരുക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്നും നാളെയും കേരളത്തിൽ. പാർട്ടി കോർ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കും. വിഭാഗീയതയ്ക്ക് അറുതി വരുത്താനുള്ള ഇടപെടലുണ്ടാകും. തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനിറക്കുക പ്രമുഖരെ. ബി.ജെ.പി സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം നാളെ. മടക്കം തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം. കോടതി വടിയെടുത്തപ്പോൾ സർക്കാർ തിരുത്തിയ കീം റാങ്ക് പട്ടികയിൽ അടിമുടി മാറ്റം. കേരള സിലബസിൽ പഠിച്ചവർ പിന്നിലായി. ആദ്യ 100 റാങ്കിൽ 79 പേരും CBSE-ക്കാർ. 1ാം റാങ്കിലെത്തിയത് പഴയ പട്ടികയിൽ 5ാം റാങ്കുള്ള വിദ്യാർത്ഥി. ഓപ്ഷൻ ക്ഷണിച്ചുകൊണ്ടുള്ള അറിയിപ്പ് ഇന്നുണ്ടാകും. കേരള സർവകലാശാലയിലെ അധികാര തർക്കവും ഭരണസ്തംഭനവും തുടരുന്നു. VC സസ്പെൻഡ് ചെയ്ത രജിസ്ട്രാർ KS അനിൽകുമാറിന് ഈ ഫയലുകൾ കൈമാറി. രജിസ്ട്രാർ ഡോക്ടർ മിനി കാപ്പര, ഡോക്ടർ അനിൽകുമാർ ഫയൽ ട്രാൻസ്ഫർ ID നൽകിയില്ല. ഈ സാഹചര്യത്തിൽ അനിൽകുമാർ കൈകാര്യം ചെയ്യുന്ന ഫയലുകൾ മാറ്റിവെക്കാൻ VCയുടെ നിർദ്ദേശം. സ്കൂൾ സമയമാറ്റത്തിൽ പ്രതിഷേധം കടുപ്പിക്കാൻ സമസ്ത. ചർച്ച പോലുമില്ലാതെ ആവശ്യം തള്ളിയതിൽ സമസ്ത നേതാക്കൾക്ക് കടുത്ത അമർഷം. തുടർ സമരം എങ്ങനെ വേണമെന്ന ആലോചനകളും ശക്തം. ചെങ്ങന്നൂർ ഭാസ്കര കാർണവർ വധക്കേസ് പ്രതി ഷെറിൻ ജയിൽ മോചിതയാകുന്നു. സർക്കാരിന്റെ ശുപാർശ ഗവർണർ അംഗീകരിച്ചു. ഷെറിന്റെ മോചനത്തിന് മന്ത്രിസഭാ തീരുമാനമെടുത്തത് ജനുവരി 22-ന്. നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഭർത്താവ് ടോമി തോമസ് ന്യൂസ് 18നോട്. മോചനം സാധ്യമാകുമെന്ന് പ്രതീക്ഷ. നിമിഷപ്രിയയുമായി ഫോണിൽ സംസാരിക്കാറുണ്ട്. സർക്കാരും പൊതുപ്രവർത്തകരും നടത്തുന്ന ശ്രമങ്ങളിൽ വിശ്വാസമുണ്ടെന്നും ടോമി. നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ ഉത്തരവിട്ടിട്ടുള്ളത് 16-ാം തീയതി. 10ാം ക്ലാസ് വിദ്യാർത്ഥിനി ജീവനൊടുക്കിയ ആലപ്പുഴ ചെന്നിത്തല നവോദയ വിദ്യാലയം ജില്ലാ കളക്ടർ ഇന്ന് സന്ദർശിക്കും. കളക്ടറോടും SP-യോടും റിപ്പോർട്ട് തേടി മന്ത്രി സജി ചെറിയാൻ. മരിച്ച നേഹ ദേശീയ ബാസ്കറ്റ്ബോൾ താരം. മൃതദേഹം കണ്ടെത്തിയത് സ്കൂൾ ഹോസ്റ്റലിലെ ശുചിമുറിയോട് ചേർന്നുള്ള കൈവരിയിൽ തൂങ്ങിയ നിലയിൽ. കൊച്ചിയിൽ യൂട്യൂബർ റിൻസി MDMA-യുമായി അറസ്റ്റിലായ കേസിൽ അന്വേഷണം സിനിമാ മേഖലയിലേക്കും. റിൻസി വാടകയ്ക്ക് എടുത്ത ഫ്ളാറ്റ് ലഹരി വ്യാപാരത്തിന്റെ കേന്ദ്രം എന്ന് പോലീസ്. സിനിമാ മേഖലയിൽ ഉള്ളവർ ഫ്ളാറ്റിലെ സ്ഥിരം സന്ദർശകർ. റിൻസി നടത്തിയിരുന്നത് ലക്ഷങ്ങളുടെ ലഹരി കച്ചവടം എന്നും പോലീസ്. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിർമ്മാണത്തിലിരുന്ന കെട്ടിടത്തിൽ നിന്ന് വലിയ കമ്പി യാത്രക്കാരുടെ തലയിലേക്ക് പതിച്ചു. 2 പേർക്ക് ഗുരുതര പരിക്ക്. പരിക്കേറ്റവരെ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പേര് മാറ്റിയ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയുടെ പുതുക്കിയ പതിപ്പ് ഇന്ന് സെൻസർ ബോർഡിന് മുന്നിൽ. റീസെൻസറിംഗ് എത്തുന്നത് 2 ഇടങ്ങളിൽ. ജാനകി എന്ന പേര് മ്യൂട്ട് ചെയ്ത പതിപ്പ്. അനുമതി ലഭിച്ചാൽ ഉടൻ ചിത്രം തിയേറ്ററിൽ എത്തിക്കാമെന്ന പ്രതീക്ഷയിൽ അണിയറ പ്രവർത്തകർ. പെരിന്തൽമണ്ണയിലെ 6 വയസ്സുകാരനെ ഉപദ്രവിച്ച രണ്ടാനമ്മ പോലീസിനെ പറ്റിച്ച് കടന്നു കളഞ്ഞത് ദൃശ്യം ശൈലിയിൽ. ഫോൺ ഓണാക്കി വെച്ച് മുങ്ങി പ്രതിയായ അധ്യാപിക. ടവർ ലൊക്കേഷൻ നോക്കിയെത്തിയ പോലീസിന് ലഭിച്ചത് ഫോൺ മാത്രം. ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയതോടെ മുൻകൂർ ജാമ്യത്തിന് ശ്രമം ആരംഭിച്ചു. മലപ്പുറം ജില്ലയിലെ നിപ്പ കണ്ടെയ്ൻമെന്റ് സോണുകൾ ഒഴിവാക്കി. തീരുമാനം പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യാത്ത സാഹചര്യത്തിൽ. വൈറസ് ബാധിച്ച പാലക്കാട്ട് തച്ചനാട്ടുകര സ്വദേശിനി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നു.
പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ ആഡംബരക്കാരെ കടത്തി 72 ലക്ഷം രൂപയുടെ കുഴൽപ്പണം പിടികൂടി. ചേർത്തല സ്വദേശി മനോജും കുടുംബവും കസ്റ്റഡിയിൽ. പണം കൊണ്ടുപോയത് എന്തിന് എന്നറിയാൻ ചോദ്യം ചെയ്യൽ തുടരുന്നു. വാളയാർ ടോൾ പ്ലാസയിൽ കഞ്ചാവുമായി യുവാവ് പിടിയിൽ. തൃശൂർ പാണഞ്ചേരി സ്വദേശി അജയിൽ നിന്ന് പിടിച്ചെടുത്തത് 2 കിലോ കഞ്ചാവ്. കോതമംഗലത്ത് കാട്ടാനയുടെ മുന്നിൽപ്പെട്ട ബൈക്ക് യാത്രികൻ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. യാത്രക്കാരനായ അനിലിന് നേരെ കാട്ടാന പാഞ്ഞെടുത്തത് പ്ലാമുടി കർണൂർ റോഡിലൂടെ പോകുമ്പോൾ കാട്ടാന ബൈക്ക് തട്ടിത്തെറിപ്പിച്ചു. ചീനിക്കുഴിയിൽ കാട്ടാനക്കൂട്ടം തമ്പടിച്ച ദൃശ്യങ്ങൾ പുറത്ത്. ഗസയിൽ തുടരുന്ന ഇസ്രായേൽ ആക്രമണത്തിൽ 82 മരണം. ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങിയാൽ സ്ഥിരം വെടിനിർത്തലാകാമെന്ന് ബെന്യാമിൻ നെതന്യാഹു. ശുഭാംശു ശുക്ല 14-ാം തീയതി ഭൂമിയിലേക്ക് തിരിക്കും. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ നിന്നുള്ള ആക്സിയം 4 ദൗത്യസംഘത്തിന്റെ മടക്കം സ്ഥിരീകരിച്ച നാസ 15-ാം തീയതി ശുഭാംശുവും സംഘവും ഭൂമിയിലെത്തും.